PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ മഹാസമുദ്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഏകദേശം നമ്മൾ നമ്മുടെ സിലബസിന്റെ തന്നെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് SCRT ക്ലാസ്സുകളുടെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ മഹാസമുദ്രങ്ങൾ, പിന്നെ ഒരു 2 ക്ലാസ്സും കൂടിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ വേൾഡ് ജോഗ്രഫിയുടെ SCRT റിലേറ്റഡ് ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. മഹാസമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ +1 വരെ ഉള്ള എല്ലാ ക്ലാസ്സുകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ക്ലാസ് ആയിരിക്കും ഇന്നുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മഹാസമുദ്രങ്ങൾ. ആദ്യം നമുക്ക് നോക്കേണ്ടത് ജലചക്രം, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്നുള്ളത്. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ പല സൈക്കിൾസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ റോക്ക് സൈക്കിൾസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവിടെ തന്നെ എത്തിച്ചേരുന്ന ഒരു സിസ്റ്റം, ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഫ്ലോ, അതാണ് നമ്മൾ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്തായാലും ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, ജലവുമായി ബന്ധപ്പെട്ട ഒരു സൈക്കിളാണ് ജലചക്രം അല്ലെ, ജലചക്രം ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. അപ്പോൾ ഇത് ഒരു ചാക്രികമായിട്ടുള്ള അല്ലെ, ചാക്രിക ജലം ഒരു ചാക്രികം, അതായത് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, അത് സൈക്കിളായിട്ട് തന്നെ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. ജലം സമുദ്രത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്കും അവിടെ നിന്ന് കരയിലേക്കും ചലിച്ച് വീണ്ടും സമുദ്രത്തിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട്. ജലത്തിന്റെ ഈ ചാക്രിക ചലനമാണ് ജലചക്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ ജലമണ്ഡലത്തിനുള്ളിൽ ജലത്തിന്റെ വാതക, ദ്രാവക, ഖരരൂപത്തിലുള്ള ചാക്രിക സഞ്ചാരമാണ് ജലചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ ജലമണ്ഡലത്തിനുള്ളിൽ വാട്ടറിന്റെ 3 ഫോമിലും ഇത് കാണപ്പെടുന്നുണ്ട്. സോളിഡ് ഫോം ആയിട്ടുള്ള നമ്മുടെ ഐസിൽ കാണപ്പെടുന്നുണ്ട്, വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ഗ്യാഷ്യസ് സ്റ്റേജിൽ കാണപ്പെടുന്നു, വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേജിൽ. അപ്പോൾ ഈ 3 ഫോമിലും കാണപ്പെടുന്നുണ്ടല്ലേ, അതാണ് ജലചക്രം. അതൊരു ചാക്രിക സ്വഭാവമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം, ഈ ഉപരിതലത്തിലുള്ള ജലത്തിൻ്റെ ഒഴുക്കിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ജലം മുകളിലേക്ക് പോയിട്ട് അത് ഘനീഭവിക്കൽ സംഭവിച്ചിട്ട് മേഘങ്ങളാകുന്നുണ്ട്. ഈ മേഘങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിപ്പിറ്റേഷൻ, വർഷണം എന്ന പ്രക്രിയയിലൂടെ എന്തായിട്ട് വരുന്നുണ്ട്, മഴയായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷണം, ഘനീഭവിക്കൽ, ഇങ്ങനെ അതായത് ജലം നമുക്കറിയാം ബാഷ്പീകരണം സംഭവിച്ചിട്ട്, അതായത് ഇവാപൊറേഷൻ സംഭവിച്ചിട്ടാണ് എങ്ങനെ പോകുന്നത്, അന്തരീക്ഷത്തിലെത്തി ഘനീഭവിക്കൽ സംഭവിച്ച് ക്ലൗഡ്സ് ആകുന്നു. ക്ലൗഡ്സ് തണുത്ത് അല്ലെ വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്, ജലത്തിന്റെ രൂപത്തിൽ, അതായത് നമ്മുടെ വർഷണം, പ്രസിപ്പിറ്റേഷനിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ജലചക്രത്തിന്റെ ഒരു പിക്ചർ ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പ്രോസസ്സ്, അതായത് ജലചക്രം സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ, വാട്ടറിന്റെ ആ ഒരു സൈക്കിൾ ജലചക്രത്തിൽ എന്ന് പറയുമ്പോൾ കുറെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം ഇവാപൊറേഷൻ പറഞ്ഞു. അതായത് നമ്മുടെ ലിക്വിഡ് സ്റ്റേജിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ വേപ്പർ സ്റ്റേജിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാഷ്പീകരണം, ഇവാപൊറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദ്രാവക രൂപത്തിൽ, ആ ദ്രാവകത്തിലുള്ളത് ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. നമ്മൾ പറയുന്ന വെള്ളം അതെന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേജിലാണ് ഉള്ളത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, താപത്തിന്റെ ഹെൽപ്പോടെ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് പുറത്തുള്ള നമ്മുടെ ഇപ്പോൾ പോണ്ട്, വെല്ല് അല്ലെ കടലിലും ഒക്കെ ജലം കൊണ്ട്, ഈ ജലം എന്ത് ചെയ്യുന്നുണ്ട്, ചൂടടിച്ചിട്ട് അപ്പോൾ താപമുണ്ട്. ആ താപത്തിന്റെ സഹായത്തിലാണ് ഇത് എന്തായിട്ട് മാറുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള ഈ ഒരു മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാഷ്പീകരണം, ഇവാപൊറേഷൻ എന്ന് പറയുന്നത്. ഇനി ഘനീകരണം, കണ്ടൻസേഷൻ എന്താണ്, അതായത് വായുവിലെ ജലബാഷ്പം നീരാവിയായി, അതായത് വായുവിലെ ജലബാഷ്പം നീരാവി, അതായത് ഇവാപൊറേഷനിൽ ഇപ്പൊ നമുക്ക് ഒരു ഗേഷ്യസ് സ്റ്റേജിൽ നീരാവിയിലായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തണുത്തിട്ട് എന്തായിട്ട് മാറും, ജലമായിട്ട് മാറുന്ന പ്രക്രിയ. വായുവിലെ ഈ ജലബാഷ്പം എന്തായിട്ട് മാറും, തണുത്തിട്ട് ജലമായിട്ട് മാറുന്ന പ്രക്രിയ, അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ പറ്റാതെ വരും. അതായത് ഇപ്പൊ ഇവാപൊറേഷൻ സംഭവിച്ചിട്ട് കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടൻസേഷൻ, ഘനീകരണം സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് വാട്ടർ വേപ്പർ മോളിക്യൂൾസ് ഇതിന്റെ ഘനീകരണം സംഭവിക്കുന്നുണ്ട്. ഒരു ടൈം എത്തുമ്പോൾ ഈ നമ്മുടെ ഗ്രാവിറ്റേഷൻ പുള്ളിനെ സക്സീഡ് ചെയ്യുക, അതായത് അതിനെ ജയിച്ചുകൊണ്ട് നിൽക്കാൻ ഇതിന് പറ്റാത്തൊരവസ്ഥ വരും. കാര്യം വലിപ്പം കൂടുകയാണ് അല്ലെ, ആളിൻ്റെ എണ്ണം കൂടുകയാണ്, ജലകണികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഒരു തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കും. ഈ ഒരു പ്രക്രിയയാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മഴ മാത്രമല്ലേ, ഹെയിൽ സ്റ്റോൺ, അങ്ങനെ ഒരുപാട് പ്രസിപ്പിറ്റേഷൻ്റെ ഫോംസ് ഉണ്ട്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ അത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി എന്താണ് ജലമണ്ഡലം എന്ന് പറയുന്നത്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലം, അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഫുൾ ജലം, അത് എങ്ങനെയാവാം, ഇപ്പൊ ലിക്വിഡോ സോളിഡോ ഗ്യാസോ ഏത് ഫോമിലോ ആയിക്കോട്ടെ, നമ്മുടെ ഉപരിതലത്തിലും അതുപോലെ തന്നെ അന്തർഭാഗത്തോ ഉള്ളിലായാലും അന്തരീക്ഷത്തിലായാലും ഒക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജലമണ്ഡലം എന്ന് പറയുന്നത്. ഇതിനെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ജലത്തിന്റെ വിതരണം നോക്കാം. ശുദ്ധജലം എന്ന് പറയുന്നത് 3% ആകെ വരുന്നത്. സമുദ്രജലവും മറ്റ് ലവണജലവും 97%, ബാക്കി 3%. ഈ 3%ത്തിൽ ഹിമാനികളിലെയും ജലം 68.7, അതാണ് കൂടുതൽ വരുന്നത്. ഭൂഗർഭജലം 30.1%, ഉപരിതലത്തിലുള്ളത് 0.3%, മറ്റുള്ളവ എന്ന് പറയുന്നത് 0.9%. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജലത്തിന്റെ വിതരണം നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ജലസ്രോതസ്സും അതുപോലെ തന്നെ വ്യാപ്തി അതുപോലെ മൊത്ത ശതമാനവും നോക്കാം. ഓഷ്യൻസ് എന്ന് പറയുന്നത് 1370, മൊത്ത ശതമാനം നോക്കുകയാണെങ്കിൽ 97.25%. ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേസിയേഴ്സ് ആണെങ്കിൽ 29, 2.05 മൊത്ത ശതമാനത്തിൽ വരുന്നത്. ഭൂഗർഭജലമാണെങ്കിൽ 9.5, മൊത്ത ശതമാനം 0.68% 0.125 തടാകം, അത് 0.01%. മണ്ണിലെ ഈർപ്പം എന്ന് പറയുന്നത് 0.065, അത് 0.005% 0.013% അറ്റ്മോസ്ഫിയറിക് വാട്ടറും 0.001% മൊത്ത ശതമാനവും വരുന്നുണ്ട്. 0.0017 ആണെങ്കിൽ ഏതാ വരുന്നത്? റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്, അത് 0.0001%. ബയോസ്ഫിയർ 0.006ഉം 0.00004% അതിൻ്റെ മൊത്ത ശതമാനത്തിൽ വരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക സമുദ്ര ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 8. എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക, മനുഷ്യന്മാർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, അതുപോലെ തന്നെ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. ഈ മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ മറൈൻ എക്കോസിസ്റ്റത്തിനെ നല്ല രീതിയിൽ മീൻസ് അഡ്വേഴ്സ് ആയിട്ട് അല്ലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ, ഇതൊക്കെ ഇവരെ അവെയർ ആക്കുക അല്ലെ, മനുഷ്യന്മാരെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജൂൺ 8 സമുദ്ര ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മഹാസമുദ്രങ്ങളാണ്. മഹാസമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അതുപോലെ തന്നെ അന്റാർട്ടിക്, അതായത് ദക്ഷിണ സമുദ്രം, ഇനി നമ്മുടെ ഇന്ത്യൻ സമുദ്രം. അങ്ങനെ 5 വരുന്നത്. എത്രയാണ്? പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്, ദക്ഷിണ സമുദ്രം, ഇന്ത്യൻ സമുദ്രം. ആദ്യം നമുക്ക് നോക്കേണ്ടത് പസഫിക്കാണ്. ഏറ്റവും വലുതും ആഴമേറിയതുമായിട്ടുള്ള സമുദ്രമാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ തന്നെ 1/3 ഭാഗത്തോളം എന്താണ്? 1/3, അതായത് 1/3 ഏതാണ് വരുന്നത്? ഈ നമ്മുടെ പസഫിക് ഓഷ്യൻ ആണ് വരുന്നത്. കണ്ടോ, പസഫിക് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. അതായത് ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില ദ്വീപ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഴമേറിയ. ഏറ്റവും വലിയ സമുദ്രമാണ്, ഏറ്റവും ആഴമേറിയ ഭാഗവും ഏതിൽ തന്നെയാണ് വരുന്നത്? പസഫിക് സമുദ്രത്തിലാണ്. ഏതാണ് ആ ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ? മറിയാന ട്രെഞ്ച് ആണ്. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള മറിയാന ട്രെഞ്ച് ആണ് ഏറ്റവും വലിയ ഗർത്തം, ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതകളാണ്. ഇനി പോയിന്റ് നെമോ എന്താണെന്നുള്ളത് നോക്കാം. പോയിന്റ് നെമോ എന്ന് പറയുന്നത് കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഒരു സമുദ്രഭാഗമാണ്. അതായത് കരയിലോട്ട് എത്താൻ ഒരുപാട് കിലോമീറ്റർ പോകേണ്ടി വരും. അതാണ് ഇത്രയും അല്ലെ, അതായത് കരയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഈ ഒരു സമുദ്രഭാഗം. ഈ കേന്ദ്രത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള കരയിൽ എത്താൻ തന്നെ 2000 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. പോയിന്റ് നെമോ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. അപ്പൊ ഏറ്റവും വലിയ പസഫിക് സമുദ്രത്തിലാണ് ഒരുപാട് ദ്വീപുകൾ ഉള്ളത്. ഏറ്റവും ആഴം കൂടിയ മറിയാന ട്രെഞ്ച് ഉള്ളത് ഈ പോയിന്റ് നെമോ എന്ന് പറയുന്ന ഏറ്റവും കരയിൽ നിന്നും ഏറ്റവും അകന്നുള്ള ഈ ഒരു സമുദ്രഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ലോകസഞ്ചാരിയായിട്ടുള്ള ഫെർഡിനാൻഡ് മെഗലനാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ ഒരു സമുദ്രത്തിന് എന്താണ് കൊടുത്തത്? മാർ പസഫിക്കോ എന്നാണ് വിളിച്ചത്. ഈ ഒരു വാക്കിന് ശാന്തം അതായത് ശാന്ത സമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് ഓഷ്യനാണ്. ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം എന്തിങ്ങനെ ഒരു പേര് കൊടുത്തത്? ഫെർഡിനാൻഡ് മെഗലൻ പസഫിക് എന്നൊരു പേര് ഈ ഒരു സമുദ്രത്തിന് കൊടുത്തത്. മാർ പസഫിക്കോ എന്ന പേര് കൊടുത്തത് ഫെർഡിനാൻഡ് മെഗലൻ ആണ്.
ഇനി നമുക്ക് നോക്കുന്ന രണ്ടാമത്തെ സമുദ്രമായിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇതെന്ന് പറയുന്നത് വലിപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. ഇതിന്റെ ഒരു ഷേപ്പ്, ആ കിടക്കുന്നതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റിൽ എസ് എന്ന് പറയുന്ന അക്ഷരത്തോട് വളരെ സാമ്യമുള്ളതാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിനോട് വളരെ സാമ്യമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. നോക്കിക്കേ, അറ്റ്ലാന്റിക് ഓഷന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും എസ് എന്നുള്ള ഒരു രീതിയിൽ ഇട്ടിരിക്കുന്നത്. അതായത് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിട്ട്. പിന്നെ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു പ്രത്യേകതയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്ര അന്തർനിര പർവ്വതനിരയായിട്ടുള്ള മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇതിന്റെ മറ്റൊരു അതായത് ഇതിന്റെ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്യൂട്ടോറിക്ക ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗം. പസഫിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം മറിയാന ട്രെഞ്ച് പറഞ്ഞതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത് മിൽവോക്കി ഡീപ്പാണ്. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ചിലതാണ്. ഇനി നമുക്ക് നോക്കാവുന്നതാണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ എന്ന പേര് തന്നെ അതിലുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സമുദ്രമാണ്. നമ്മൾ ആദ്യം ഈ ഒരു വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും വലിപ്പമേറിയത് പസഫിക് പറഞ്ഞു, രണ്ടാമത്തേത് അറ്റ്ലാന്റിക് പറഞ്ഞെങ്കിൽ മൂന്നാമത്തേതായിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യൻ സമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ്. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനത്താണ്. ഇനി ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഓഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ വരുന്നത്, അറബിക്കടൽ വരുന്നത് അല്ലെ. ബേ ഓഫ് ബംഗാളും അറബിക്കടലും ഈ സമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രെഞ്ച് എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓരോ സമുദ്രത്തിലെയും ദ്വീപുകളാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് പസഫിക് ഓഷനിലാണെന്നുള്ളത് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്, വലുപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ളത് അറബിക്കടലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും വരുന്നത് ഈ ഒരു സമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ, പിന്നെ മാലദ്വീപ് ഇതെല്ലാം വരുന്നത് ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിലാണ് വരുന്നത്. ഇനിയുള്ള ഒരു കടലിടുക്ക്, ഒരു സ്ട്രെയിറ്റ് ആണ് മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഈ മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സമുദ്രത്തിനെയും പസഫിക് സമുദ്രത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മലാക്ക സ്ട്രെയിറ്റ്. ഈ അടുത്ത് വരുന്നതാണ് ദക്ഷിണ സമുദ്രം, അതായത് അന്റാർട്ടിക്കയുടെ ഭാഗമായിട്ട് വരുന്ന, ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഈ സമുദ്രത്തിന്റെ വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് ഉള്ളത്. 1, 2, 3 നമ്മൾ നോക്കി 4ാം സ്ഥാനമാണ് ദക്ഷിണ സമുദ്രം. ഡോൾമാൻ, ഹെയ്ഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൽ ഗർത്തം, ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഗർത്തമാണ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇവിടെയാണ് ആർട്ടിക് സമുദ്രം വരുന്നത്, ഇവിടെയാണ് അന്റാർട്ടിക് സമുദ്രം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഉത്തരധ്രുവത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തിന്റെ ഭാഗമായിട്ട് അന്റാർട്ടിക്കായിട്ടും വരുന്നു, അതാണ് ദക്ഷിണ സമുദ്രം. ഇനി നമുക്ക് നോക്കേണ്ടത് ആർട്ടിക് സമുദ്രമാണ്. ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തരധ്രുവം അല്ലെ, നോർത്ത് പോൾ വരുന്നത്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായിട്ടുള്ള, ഏറ്റവും ചെറുതാണ് അല്ലെ, ലാസ്റ്റ് നമ്മളിപ്പം നോക്കുന്നതാണ് ഏറ്റവും ചെറുതാണ്. വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടെ എങ്ങനെയായിരിക്കും? മഞ്ഞ് നിറഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പൊ എല്ലാത്തിലും നമ്മൾ ആഴമേറിയ ഭാഗം പഠിക്കുമ്പോൾ മെല്ലോയി ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ആർട്ടിക് സമുദ്രത്തിൽ ഇത് മെല്ലോയി. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ളൊരു ഭാഗമാണ്, എന്താണ് കടല്, എന്താണ് ഉൾക്കടല്, എന്താണ് കടലിടുക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഡൗട്ട്. കടല് എന്ന് പറയുന്നത് ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. എങ്കിൽ ഉൾക്കടൽ എന്ന് പറയുന്നത് കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. അതായത് നമ്മൾ ബംഗാൾ ഉൾക്കടൽ കണ്ടോ, ഈ കരഭാഗത്തിലേക്ക് ഉള്ളിലേക്കാണ് ഇത് കയറി കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബംഗാൾ ഉൾക്കടൽ, ഉള്ളിലേക്ക് കിടക്കുന്ന കടൽ എന്ന് പറയുന്നത്. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ടതാണെങ്കിൽ അത് എന്തെന്ന് പറയും? ഇപ്പൊ അറബിക്കടൽ, അറേബ്യൻ സീ എന്നല്ലേ പറയുന്നത്. ബേ ഓഫ് ബംഗാൾ, ബേ എന്ന് പറയുന്നത് ഏതാണ്? ഉൾക്കടലാണ്, അതായത് കയറി കിടക്കുന്നതാണ്. ഇത് സീ ആണ്, ഇത് ബേ ആണ്. ഇനി കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്. പാക് സ്ട്രെയിറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സ്ട്രെയിറ്റ് രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ കരയിൽക്കിടയിലെ സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞതുമായ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഇത് നോക്കിക്കേ, ഈ രണ്ട് കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഈ ഒരു വീതി കുറഞ്ഞ ഏരിയയിൽ വരുന്ന ഇതിനെയാണ് ഈ വീതി കുറഞ്ഞ സ്ഥിതി ചെയ്യുന്ന സമുദ്രഭാഗം, ഇവിടെ സമുദ്രമാണ്. ഈ സമുദ്രഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് റിലീഫ് നോക്കാം, അതായത് ഭൂപ്രകൃതി നോക്കാം. സമുദ്രതടത്തിലുള്ള റിലീഫ് ഓഫ് ദ ഓഷൻ ഫ്ലോർ നോക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും വിശാലമായ പർവ്വതനിരകൾ, അഗാധ ഗർത്തങ്ങൾ, വിഷാദ സമതലങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഓഷന്റെ അടിത്തട്ട്, ഓഷൻ ഫ്ലോർ എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ളതാണ്. ഏറ്റവും വിശാലമായിട്ടുള്ള പർവ്വതനിരകളുണ്ട്, ഗർത്തങ്ങളുണ്ട്, പ്ലെയിൻസ്, വിശാലമായിട്ടുള്ള പ്ലെയിൻസ് എല്ലാം കാണപ്പെടുന്നതാണ് ഓഷൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഫലകചലന പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വതജന്യ പ്രവർത്തനങ്ങൾ, അവസാദ നിക്ഷേപ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഫലമായാണ് ഈ വ്യത്യസ്ത ഭൂരൂപങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡിവിഷൻസ്, അതായത് ഇതിന്റെ ഡിവിഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സമുദ്രത്തിന്റെ അടിത്തട്ടിനെ പ്രധാനമായിട്ട് 4 മെയിൻ വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് വൻകരത്തട്ട്, വൻകര ചരിവ്, അഗാധ സമുദ്ര സമതലങ്ങൾ, സമുദ്രാന്തർഗർത്തങ്ങൾ, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. വൻകരത്തട്ട്, വൻകര ചരിവ്, കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ സ്ലോപ്പ്, ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അഗാധ സമുദ്രതലങ്ങൾ, സമുദ്രാന്തർഗർത്തങ്ങൾ, ഇങ്ങനെയാണ് തരംതിരിക്കുന്നത്. ഇതോടൊപ്പം പർവ്വതനിരകൾ, കടൽ കുന്നുകൾ, ഗയോട്ടുകൾ, കിടങ്ങുകൾ, ബൃഹത് ഗന്ധരങ്ങൾ എന്നിങ്ങനെ നിരവധി മറ്റ് രൂപങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കുന്നത് കോണ്ടിനെന്റൽ ഷെൽഫാണ്. വൻകരകളും സമുദ്രങ്ങളും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കടലിലേക്ക് നീളുന്ന, അതായത് നമുക്കിപ്പോൾ ഒരു വൻകര, അതായത് കോണ്ടിനെന്റ് തീർന്നു അവിടെ ഓഷൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ഉണ്ട്. അതായത് ഇതിന്റെ അറ്റ്മോസ്റ്റ് എൻഡ് ആണ്, അതായത് കടലിനടുത്തേക്ക് നീളുന്ന വൻകര, ആ ഭാഗത്തിനെയാണ്, ആ ഒരു അതിരിനെയാണ് വൻകര തട്ട് എന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. വൻകര തട്ടിന് മുകളിൽ ആഴം കുറഞ്ഞു കടലുകളോ കടലിടുക്കുകളോ സ്ഥിതി ചെയ്യുന്നു. സമുദ്രത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗമാണിത്. അതായത് കോണ്ടിനെന്റ് അവസാനിച്ചെടുത്ത് നിന്ന് കടൽ തുടങ്ങുവാണ്, അപ്പോൾ അതിന് ആഴം കുറവായിരിക്കും അല്ലെ, കോണ്ടിനെന്റും കൂടി ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ ആഴം വളരെ കുറവായിരിക്കും. ഈ ഭാഗത്ത് വൻകരത്തട്ടിന്റെ ചരിവ് ശരാശരി 1 ഡിഗ്രിയോ അതിൽ താഴെയോ മാത്രമാണ് ആകുന്നത്. വൻകരത്തട്ടിന് അത്ര ഒരു ചരിവ് മാത്രമേ ഉണ്ടാകൂ. നോക്കിക്കേ, ഇത് കോണ്ടിനെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഓഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുവാണ്, ഈ നിൽക്കുന്നതിനെയാണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഷെൽഫ് ഇവിടെ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്, ഇവിടെ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. ഈ സമുദ്രത്തിലേക്ക് ചെങ്കുത്തായി ചരിഞ്ഞിറങ്ങിയാണ് വൻകരത്തട്ട്, അതായത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചെങ്കുത്തായിട്ട് ചരിഞ്ഞിറങ്ങിയാണ് ഇതങ്ങ് അവസാനിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് ഇത് അവസാനിക്കണമല്ലോ. ചെങ്കുത്തായുള്ള ഈ ഭാഗം ഷെൽഫ് ബ്രേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെയാണ് ഷെൽഫ് ബ്രേക്ക് എന്ന് പറയുന്നത്. ചെങ്കുത്തായി നിൽക്കുന്ന ഈ ഒരു പോർഷനെയാണ് ഷെൽഫ് ബ്രേക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി സമുദ്രത്തിന്റെ വൻകരത്തട്ടിന്റെ വീതി വ്യത്യസ്തമായിട്ടാണ്. ശരാശരി വീതി എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റർ ആണ് വരുന്നത്. ഏറ്റവും വീതിയേറിയത് ആർട്ടിക് സമുദ്രത്തിലെ സൈബീരിയൻ വൻകരത്തട്ടിനാണ്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയത് ഏകദേശം 1500 കിലോമീറ്റർ വരെ ഈ ഒരു കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വീതി എവിടെ വരുന്നുണ്ട്, സൈബീരിയൻ വൻകര തട്ട്, അതായത് സൈബീരിയൻ കോണ്ടിനെന്റൽ ഷെൽഫിന് വരുന്നുണ്ട്. ഇനി വീതി കുറഞ്ഞവ എന്ന് പറഞ്ഞാൽ ചിലിയുടെ തീരങ്ങളിലുള്ള സുമാത്രയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും വൻകര തട്ടിന്റെ വളരെ വീതി കുറഞ്ഞത് ചിലപ്പോൾ ഒട്ടുമില്ലാതെയോ ഇരിക്കും. വൻകരത്തട്ടിൽ സമുദ്രത്തിന്റെ ആഴം 30 മീറ്റർ മുതൽ 600 മീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. നദികൾ, ഹിമാനികൾ, കാറ്റ് എന്നിവ കരയിൽ നിന്നും കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു. ഇവയുടെ വിതരണത്തെ തിരമാലകളും സമുദ്രപ്രവാഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, തിരമാലകളും വേവ്സ് ആണെങ്കിലും ഓഷൻ കറൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവയെ സ്വാധീനിക്കുന്നുണ്ട്. വൻകരത്തട്ടുകളിൽ കാലാന്തരത്തിൽ രൂപപ്പെടുന്ന ഇത്തരം അവസാദ നിക്ഷേപങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ, പെട്രോളിയം, പ്രകൃതിവാതകത്തിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അവസാദ നിക്ഷേപം, സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്താണ് ഭാവിയിൽ പിന്നെ ഇങ്ങനെയുള്ള പെട്രോളിയം, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം പോലുള്ള ഇതിലേക്ക് പോകുന്നത്. അതിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. വൻകരത്തട്ടിനെ അഗാധ സമുദ്രതലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചരിവാണ് ഏതെന്ന് പറയുന്നത്, വൻകര ചരിവ്. വൻകരത്തട്ട് ചെങ്കുത്തായി അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് വൻകര ചരിവ് ആരംഭിക്കുന്നു. ഈ ഭാഗത്തിന്റെ സാധാരണ ചരിവ് 2 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെയാണ്. ഈ ഭാഗത്ത് സമുദ്രത്തിന്റെ ആഴം ഏകദേശം 200 മീറ്ററിനും 3000 മീറ്ററിനും ഇടയിലായിട്ടാണ് വരുന്നത്. വൻകര ചരിവ് നോക്കിക്കേ, ഇത് കോണ്ടിനെന്റൽ ഷെൽഫ് ആണെങ്കിൽ ഇതാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ്. അപ്പോൾ ഇത് ഒരു ചരിവ് പോലെയല്ലേ. വൻകര ചരിവിന്റെ അതിര് വൻകരകളുടെ അവസാന ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് കിടങ്ങുകളും താഴ്വരകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഡീപ് സീ പ്ലെയിൻ, അഗാധ സമുദ്ര സമതലങ്ങൾ എന്ന് പറയുന്നത്. സമുദ്ര അടിത്തട്ടിൽ വളരെ നേരിയ ചരിവുള്ള വിശാല സമതലങ്ങളാണ് അഗാധ സമുദ്രതലങ്ങൾ എന്ന് പറയുന്നത്. ഇവ ലോകത്തിൽ വെച്ച് ഏറ്റവും നിരപ്പാർന്നതും മിനുസമാർന്നതുമായിട്ടുള്ള പ്രദേശമാണ്. ഈ ഭാഗത്ത് സമുദ്രത്തിന് 3000 മീറ്റർ മുതൽ 6000 മീറ്റർ വരെ എന്തുണ്ടാകും, നല്ല രീതിയിൽ ആഴം വെച്ച് പോവുകയാണ് ചെയ്യുന്നത്.
പറയുന്നത്. സൂക്ഷ്മകണികളായി പൊടിഞ്ഞ കളിമണ്ണിന്റെയും മണലിന്റെയും ആവരണം ഈ സമുദ്രത്തിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് വരുന്നതാണ് ഓഷ്യാനിക് ഡീപ്സ് ഓർ ട്രെഞ്ചസ് എന്ന് പറയുന്നത്, സമുദ്രാന്തര കിടങ്ങുകൾ എന്ന് പറയുന്നത്, സമുദ്രാന്തര ഗർത്തങ്ങൾ അല്ലെങ്കിൽ ഗർത്തങ്ങളോ അല്ലെങ്കിൽ കിടങ്ങുകളോ. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മൾ മറിയാന ട്രെഞ്ച് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ്. താരതമ്യേന ചെങ്കുത്തായ ചരിവുകളോട് കൂടിയതും അടിത്തട്ട് പരന്നതുമായ ഗർത്തങ്ങളാണ് സമുദ്രാന്തര കിടങ്ങുകൾ എന്ന് പറയുന്നത്. ചുറ്റുമുള്ള സമുദ്രത്തറയിൽ നിന്നും ഇവയ്ക്ക് ഏകദേശം 3 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെ എന്തുണ്ടാകും, ആഴമുണ്ടാകും. സമുദ്രാന്തര കിടങ്ങുകൾ സാധാരണയായി കാണപ്പെടുന്നത് വൻകര ചരിവുകൾ അവസാനിക്കുന്നിടത്തോ കമനാകൃതിയ ദ്വീപസമൂഹങ്ങളോ ചേർന്നിടത്തോ ആയിരിക്കും. സജീവ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളുമാണ് ഇത്തരം ഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ എവിടേക്കാണ് ഈ ഒരു ഗർത്തം രൂപപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്തുകേക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെ ഏരിയാസിൽ അല്ലെ ശക്തമായിട്ടുള്ള വോൾക്കാനോസും അതുപോലെ എർത്തുകേക്സ് ഉണ്ടാക്കുന്ന ഏരിയയിലും ആയിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇതുവരെ 57 സമുദ്രാന്തര ഗർത്തങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 32 എണ്ണം പസഫിക് സമുദ്രത്തിലും 19 എണ്ണം അറ്റ്ലാന്റിക് സമുദ്രത്തിലും 6 എണ്ണം ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ് 32 എണ്ണം, 19 എണ്ണമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്നത്. ഇനി ഇതിലൊക്കെ തന്നെ ചെറിയ മിഡ് ഓഷ്യാനിക് ബ്രിഡ്ജസ് ഒക്കെ പോലെയുള്ള ചെറിയ ചെറിയ ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് നോക്കാം. മറ്റു ചെറിയ ഭൂരൂപങ്ങൾ അതിൽ വരുന്നതാണ് മധ്യ സമുദ്രാന്തര പർവ്വതനിരകൾ, മിഡ് ഓഷ്യാനിക് ബ്രിഡ്ജസ്. ഒരു വിശാല ഗർത്തത്താൽ വേർതിരിക്കപ്പെട്ട് 2 പർവ്വത ശൃംഖല ഉൾപ്പെട്ട ഒരു മധ്യ സമുദ്രാന്തര പർവ്വതനിര, അതായത് ഒരു വിശാല ഗർത്തത്താൽ വേർതിരിക്കപ്പെട്ട 2 പർവ്വത ശൃംഖലകൾ ഉൾപ്പെട്ടതായിരിക്കും എന്ന് പറയുന്നത് മധ്യ സമുദ്രാന്തർ പർവ്വത നിര, മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്. ഈ പർവ്വതനിരകൾ 2500 മീറ്റർ വരെ ഉയരമുള്ള കൊടുമുടികളും ഉണ്ട്. ഉയരമേറിയ ചില പർവ്വത ശിഖരങ്ങൾ സമുദ്രോപരിതലത്തിന് മുകളിലായിട്ട് കാണപ്പെടും. ചില പർവ്വത ശിഖരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സമുദ്രോപരിതലത്തിന് മുകളിലായിട്ടും കാണപ്പെടാറുണ്ട്. അതിൽ എക്സാമ്പിൾ ആണ് നമ്മുടെ അറ്റ്ലാന്റിക് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന മിഡ് അറ്റ്ലാന്റിക് ബ്രിഡ്ജസ് എന്ന് പറയുന്നത് ചെയ്യുന്ന ഐസ്ലൻഡ്. അതായത് ഈ ഉയരമേറിയ പർവ്വത ശിരകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമുദ്രത്തിൽ കാണപ്പെടുന്നുണ്ടെന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്താണ് സീ മൗണ്ട്, കടൽ കുന്ന് എന്ന് പറയുന്നത്. സമുദ്രതറയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കുന്നുകളാണിവ. കൂർത്ത ശിഖരങ്ങളോടുകൂടി ഇത്തരം കുന്നുകൾ സമുദ്രോപരിതലത്തിൽ താഴെയായിട്ട്, അതായത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നില്ല, അതിന് താഴെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇവ അഗ്നിപർവ്വത ജന്യങ്ങളായിട്ട് അല്ലെ വോൾക്കാനിക് ആയിട്ടുള്ള ഒറിജിൻ ആയിട്ടുള്ളവരാണ് ഇവ. ഇവയ്ക്ക് 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരമുണ്ടാകും. പസഫിക് സമുദ്രത്തിലെ ഹവായൻ ദ്വീപുകളുടെ തുടർച്ചയായ എംബാർ കടൽ കുന്ന് ഇവയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ സീ മൗണ്ട്, കടൽ കുന്ന്, എംബാർ കടൽ കുന്ന് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. നോക്കിക്കേ, സീ മൗണ്ട്സ്, ഇതാണ് സീ മൗണ്ട്സ് എന്ന് പറയുന്നത്. ട്രെഞ്ചസ് കണ്ടോ, ട്രെഞ്ചസ്, സീ മൗണ്ട്സ്, ഇതാണ് അബിസൽ പ്ലെയിൻസ്. ഇനി നമുക്ക് നോക്കാം സബ്മറൈൻ കാനിയോൺ എന്താണത്. വിശാലമായ നദികളുടെ മുഖത്ത് നിന്നോ വൻകര തട്ടുകളുടെ ചരിവുകളിലോ മുറിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് നീളുന്ന ആഴമേറിയ താഴ്വരകളാണ് ഇതെന്ന് പറയുന്നത് കാനിയോൺസ് എന്ന് പറയുന്നത്, സബ്മറൈൻ കാനിയോൺസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഹഡ്സൺ കാനിയോൺ, അത് ഒരു മൈനർ ആയിട്ടുള്ള റിലീഫാണ്. ഇനി എന്താണ് ഗയോഡ്സ് എന്ന് പറയുന്നത്, മുകൾ ഭാഗം പരന്ന കടൽ കുന്നുകൾ, അതായത് സീ മൗണ്ടുകൾ എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ വോൾക്കാനിക് ഇതിൽ നിന്ന് കണ്ടോ, ഇത് സീ മൗണ്ടുകളാണ്. ഈ സീ മൗണ്ടുകളുടെ മുകൾ ഭാഗം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് പരന്ന ഒരു രീതിയിലേക്കാവും. അങ്ങനെ മുകൾ ഭാഗം പരന്ന കടൽ കുന്നുകളാണ് ഗയോഡ്സ് എന്ന് പറയുന്നത്. പല ഘട്ടത്തിലും ക്രമേണയുള്ള അവതരണത്തിന്റെ ഫലമായി പരന്ന കുന്നുകളായി രൂപപ്പെടുന്ന ഉത്തമ തെളിവാണ് ഗയോഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അറ്റോൾ? ഉഷ്ണമേഖലാ സമുദ്രത്തിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പമിഴ ദ്വീപുകളാണ് അറ്റോൾസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അറ്റോളുകൾ ലഗൂണുകളുടെ ഭാഗമായി കാണപ്പെടാം, അല്ലെങ്കിൽ അറ്റോളുകൾക്കുള്ളിൽ ശുദ്ധജലമോ ഉയർന്ന ലവണത്വമുള്ള സമുദ്രജലമൊക്കെ കാണപ്പെടാറുണ്ട്. അറ്റോൾസ് എന്ന് പറയുന്നത് പവിഴ ദ്വീപുകൾ, ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകളാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. നോക്കിക്കേ, കണ്ടോ, പവിഴ ദ്വീപുകൾ. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഓഫ് ഓഷൻ വാട്ടർ അത് നോക്കാം. അതായത് സമുദ്രജല താപം എങ്ങനെയാണെന്ന് നോക്കാം. കര ചൂടുപിടിക്കുന്നത് പോലെ സൗരോർജ്ജത്താലാണ് സമുദ്രജലവും എന്ത് ചെയ്യുന്നത്, ചൂടുപിടിക്കുന്നത്. എന്നാൽ കരയെ അപേക്ഷിച്ച് സമുദ്രം വളരെ സാവധാനത്തിൽ ചൂടുപിടിക്കുകയും തണുക്കുകയും, സാവധാനത്തിലാണ് ചൂടുപിടിക്കുന്നതും സാവധാനത്തിലാണ് അത് തണുക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഒരു താപവിതരണത്തിനെ സഹായിക്കുന്ന കുറേ ഘടകങ്ങൾ, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഏത് ലാറ്റിറ്റ്യൂഡ്സിലാണ് കിടക്കുന്നത്, കരയുടെയും കടലിൻ്റെയും തുല്യമല്ലാത്ത വിതരണം, അതുപോലെ പെർമനന്റ് ആയിട്ടുള്ള വിൻസ്, സ്ഥിരവാതകങ്ങൾ, അതിൽ സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സമുദ്രത്തിലുള്ള താപത്തിന്റെ വിതരണത്തിന്, ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇനി ഒരു ലംബതല സമുദ്രജല താപ വിതരണം നോക്കിക്കേ. ഇങ്ങനെ ഒന്നൊരു തെർമോക്ലൈൻ എന്ന് പറയുന്ന ഇതിൽ എത്തിക്കുവാണ്. ഡെപ്ത് കൂടുന്ന അനുസരിച്ച് ഇങ്ങനെയാ കുറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം.
അതായത് ആദ്യം ഇതിപ്പോൾ പാളികളായിട്ട് ലേയേഴ്സ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പാളി എന്ന് പറയുന്നത് ഉപരിതല ഉഷ്ണജല പാളിയാണ്. ഏകദേശം 500 മീറ്റർ വരെയാണ് ഇതിന്റെ ഘനം എന്ന് പറയുന്നത്. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടെ ടെമ്പറേച്ചർ വരുന്നത്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഇത് വർഷം മുഴുവനും കാണപ്പെടുന്നു. എന്നാൽ മധ്യ അക്ഷാംശങ്ങളിൽ വേനൽക്കാലത്ത് മാത്രമേ, ഇപ്പം മിഡ് ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ എങ്ങനെ വരുന്നുള്ളൂ, സമ്മർ സീസണിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാളിയാണ് തെർമോക്ലൈൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാളിക്ക് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 500 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ വരുന്ന ഘനം. ഇവിടെ ആഴം കൂടുന്നതനുസരിച്ച് താപനില എന്ത് ചെയ്യുന്നുണ്ട്, കുത്തനെ കുറയുവാണ് ചെയ്യുന്നത്, ഡിഗ്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആഴം കൂടുന്ന ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുവാണ്, ഈ ഒരു ടെമ്പറേച്ചർ താപനില കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാളിയാണ് വളരെ ശൈത്യമേറിയ പാളി. അതായത് സമുദ്രത്തിന്റെ തലം വരെ വ്യാപിച്ചിരിക്കുന്നതാണ്. സമുദ്രത്തിലെ 90% ജലവും ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ താപം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് അല്ലെ, വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു ഏരിയ ആണ് മൂന്നാമത്തെ പാളി എന്ന് പറയുന്നത്. ഇനി ധ്രുവ പ്രദേശങ്ങളുടെ പ്രത്യേകത എങ്ങനെയാണ്? ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങളിൽ സമുദ്രോപരിതല ജലതാപം തന്നെ 0 ഡിഗ്രിയോട് അടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആഴം കൂടുമ്പോൾ താപനിലയിൽ വലിയൊരു വ്യത്യാസമൊന്നും കാണപ്പെടുന്നില്ല. പക്ഷേ ലാറ്റിറ്റ്യൂഡ്സ് ആ ഒരു റീജിയനിൽ കാണപ്പെടുന്ന മിഡ് ലാറ്റിറ്റ്യൂഡ്സ് ഇക്വിറ്റോറിയൽ റീജിയനിൽ അങ്ങനെ കാണപ്പെടുന്ന അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വർഷം മുഴുവൻ ഒരു 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ കിടക്കുന്നവരൊന്നുമല്ല. അപ്പോൾ അവിടെ വ്യത്യാസം വരാറുണ്ട്. തൽഫലമായി ധ്രുവപ്രദേശങ്ങളിലെ സമുദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പാളികളൊന്നും നമുക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ലെയേഴ്സ്, ഫസ്റ്റ് ലെയറിനോ തെർമോക്ലൈനെന്നോ സെക്കൻഡ് ലെയർ അങ്ങനെ ഒന്നും എന്തില്ല, കാണാൻ പറ്റത്തില്ല. ഓക്കെ, ട്രോപ്പിക്സിൽ സമ്മറിലും വിന്ററിലും വരുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ. പോളാറിലെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടും എന്താണ്, ഒരേപോലത്തെ അവസ്ഥയാണ് കാണപ്പെടുന്നത്. ട്രോപ്പിക്സിലും മിഡ് ലാറ്റിറ്റ്യൂഡ്സിലുമാണ് ആ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ മനസ്സിലാവും. സമുദ്രജലത്തിന്റെ തിരശ്ചീന തല താപവിതരണം എങ്ങനെയായിരിക്കും? സമുദ്രോപരിതലത്തിലെ ശരാശരി താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്ന താപനില എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം അല്ലേ. 1 ഡിഗ്രി അക്ഷാംശം കൂടുമ്പോൾ ഏകദേശം 0.5 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലാണ് താപം കുറയുന്നത്. സമുദ്രജല താപനില ഉത്തരാർദ്ധഗോളത്തിൽ ദക്ഷിണാർദ്ധഗോളത്തേക്കാൾ കൂടുതലായിരിക്കും. എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. അതായത് കരയും കടലിൻ്റെയും തുല്യമല്ലാത്തൊരു വിതരണം, ആ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇതിനൊരു കാരണമെന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന സമുദ്രജല താപം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമധ്യരേഖയിലല്ല, ഭൂമധ്യരേഖയിൽ നിന്നും അല്പം വടക്കു മാറിയിട്ടാണ് ഇതെന്ത് ചെയ്തിട്ടിരിക്കുന്നത്, ഏറ്റവും ഉയർന്ന സമുദ്രജല താപം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് സലിനിറ്റിയെ പറ്റിയാണ്, അല്ലെ സമുദ്രജലത്തിലുള്ള ലവണത്വത്തിനെ പറ്റി, സാൾട്ട് കണ്ടന്റിനെ പറ്റിയാണ്. സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശമാണ് എന്തെന്നറിയപ്പെടുന്നത്, സലിനിറ്റി, ലവണത്വം എന്നറിയപ്പെടുന്നത്. അതായത് 1000 ഗ്രാം, അതായത് 1 കിലോഗ്രാം 1000 ഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ലവണത്വം കണക്കാക്കുന്നത്. 1000-ന് എത്ര ഭാഗം കേട്ടോ, അതായത് പാർട്സ് പെർ 1000 എന്നാണ് പറയുന്നത്. പാർട്ട് പെർ 1000 എന്ന ഏകത്തിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത്. ഉപ്പ് രസമുള്ള, അതായത് ബാക്കിഷ് ജലമായി ജലത്തെ കണക്കാക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്ന പരിധി എന്ന് പറഞ്ഞാൽ 24.7 പാർട്സ് പെർ 1000 അതാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിനെ തന്നെ ഇപ്പൊ ലവണത്തിനെയൊക്കെ ആയാലും സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സമുദ്രജലത്തിന്റെ ഉപരിതല പാളിയുടെ ലവണത്വം പ്രധാനമായും ബാഷ്പീകരണവും വർഷണവും എന്നിവയെ ആശ്രയിച്ചിരിക്കും. നദികളിൽ നിന്നും ശുദ്ധജലം കടലിലേക്ക് എത്തുന്നത് മൂലം നദീമുഖത്തെ ലവണത്വം എങ്ങനെ സലിനിറ്റി താരതമ്യേന കുറവായിരിക്കും. അതുപോലെ ധ്രുവപ്രദേശങ്ങൾ മഞ്ഞുരുക്കി കടലിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ ജലവും ലവണത്വം എങ്ങനെ തന്നെയായിരിക്കും, കുറയുന്നതിന് കാരണമാകാറുണ്ട്. കാറ്റ് വീശുമ്പോൾ സമുദ്രജലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതും ലവണത്വത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. സമുദ്രജല പ്രവാഹങ്ങളും ലവണത്വ വ്യതിയാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ശീതജല പ്രവാഹങ്ങളും ഉഷ്ണജല പ്രവാഹങ്ങളും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്ത് ലവണത്വം എങ്ങനെയായിരിക്കും, താരതമ്യേന കുറവായിരിക്കും അല്ലെ. ശീതജല പ്രവാഹം അതായത് കോൾഡ് കറണ്ടും പ്ലസ് അതായത് വാം കറണ്ട്, അങ്ങനെയുള്ള കറണ്ട് ചേരുന്ന എടുത്ത് എങ്ങനെയായിരിക്കും, ലവണത്വം താരതമ്യേന കുറവായിരിക്കും. ലവണത്വം, സമുദ്രജല താപം, ജലസാന്ദ്രത എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ താപം അല്ലെങ്കിൽ സാന്ദ്രത എന്നിവയിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്ത് ഉണ്ടാകുന്നുണ്ട്, ലവണത്വത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം പല സ്ഥലത്തും പല രീതിയിലുള്ള ലവണത്വമാണ്. അപ്പം അങ്ങനെ ഇതിൽ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ലവണാംശം എന്ന് പറയുന്നത് 330 പാർട്സ് പെർ 1000 എന്ന് പറയുന്നത് ടർക്കിയിലെ ലേക്ക് വാൻ ആണ്. ചാവുകടലിലാണെങ്കിൽ 238ഉം ഗ്രേറ്റ് സാൾട്ട് ലേക്കിലാണെങ്കിൽ 220 പാർട്സ് പെർ 1000 ആണ് വരുന്നത്. അപ്പോൾ ടർക്കിയിലെ ലേക്ക് വാൻ, ചാവുകടലിൽ ഡെഡ് സീ, അതായത് ഗ്രേറ്റ് സാൾട്ട് ലേക്ക്, ഈ 3 എണ്ണമാണ് വരുന്നത്.
ഇനി നമുക്ക് ഇതിൽ നോക്കാം ക്ലോറിന്റെ അളവ്. അതായത് 1000 ഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിട്ടുള്ള ബാക്കി ലവണങ്ങൾ ക്ലോറിൻ 18.97, സോഡിയം 10.47, സൾഫേറ്റ് 2.65, മഗ്നീഷ്യം 1.28, കാൽസ്യം 0.41, പൊട്ടാസ്യം 0.38, ബൈകാർബണേറ്റ് 0.14, ബ്രോമിൻ 0.06, ബോറേറ്റ് 0.02, സ്ട്രോങ്ഷ്യം 0.01 എന്ന് പറയുന്നത്. ഇതാണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ള സമുദ്രത്തിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലവണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ തിരശ്ചീനമായിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ? ഉപരിതല ലവണാംശത്തെ ബാഷ്പീകരണം, വർഷപാതം എന്നിവ സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബാഷ്പീകരണം കൂടുതലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ലവണാംശം കൂടുതലായിരിക്കും. നദികളിൽ നിന്ന് ശുദ്ധജലം വന്നുചേരുന്ന ഇടങ്ങളിൽ, മഞ്ഞുരുകി വെള്ളം വരുന്ന ദൂരപ്രദേശങ്ങളിൽ ലവണാംശം എന്തായിരിക്കും? കുറവായിരിക്കും. അറബിക്കടൽ ബംഗാൾ ഉൾക്കടലിനേക്കാൾ ലവണാംശം കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗാൾ ഉൾക്കടലിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ റിവേഴ്സ് ആയാലും, ഇപ്പോൾ ഇന്ത്യൻ റിവേഴ്സിൽ ഹിമാലയൻ റിവേഴ്സ് ആണെങ്കിലും പെൻസുലാർ റിവേഴ്സ് ആണെങ്കിലും അതിൻ്റെ മെജോറിറ്റി എവിടെയാണ് വന്നു ചേരുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ശുദ്ധജലം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബംഗാൾ ഉൾക്കടലിനാണ് നമ്മുടെ അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിനേക്കാളും ലവണാംശം കൂടുതലായിരിക്കും. ഇനി ഇതിൽ ലംബതല വിതരണം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ലവണാംശം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആഴക്കടലിൽ അത് ഏതാണ്ട് സ്ഥിരമായിരിക്കും. ആഴം കൂടുന്നതിനനുസരിച്ച് ലവണാംശം കുത്തനെ കൂടുന്ന മേഖലയാണ് ഹാലോക്ലൈൻ. ഇപ്പോൾ തെർമോക്ലൈൻ എന്നൊക്കെ പറയും പോലെ ഹാലോക്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സലിനിറ്റിയും പിന്നെ ഓഷനും എല്ലാം കൂടെയൊക്കെ നോക്കാനുണ്ടായിരുന്നത്. നന്നായിട്ട് നോക്കുക, കാര്യം അത്യാവശ്യം കണ്ടന്റുള്ള ഒരു ഏരിയ ആണ്, ചോദിക്കാൻ ചാൻസും ഉള്ളതാണ്. ഇത് നോക്കാൻ, അതായത് ഇത് ക്ലാസ് എടുക്കാനായിട്ട് റെഫർ ചെയ്തിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററും 11ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററും 6ാം ക്ലാസ്സിൽ NCERTയിലെ 2ാമത്തെ ചാപ്റ്ററുമാണ് നോക്കിയിരിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സൊക്കെ പറ്റുമെങ്കിൽ ഓട്ടിച്ചൊന്ന് വായിച്ച് നോക്കുക. അപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു പോയിന്റ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാമല്ലോ. അപ്പോൾ ഒന്ന് ഓട്ടിച്ചൊന്ന് വായിച്ചൊക്കെ നോക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.